നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 5ാം തവണ ട്രോഫി നേടുന്ന ആദ്യ ക്ലബ്ബായി മാറിയിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ഫോട്ടോ ഫിനിഷിൽ പള്ളാത്തുരുത്തി ജേതാക്കളായത്. ചരിത്ര നേട്ടത്തിന്റെ തിളക്കത്തിൽ പുന്നമടയുടെ എതിരാളികളില്ലാത്ത രാജാക്കന്മാരായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറി. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലി, എങ്ങനെയുണ്ടായിരുന്നു ആവേശോജ്വലമായ മത്സരം? പള്ളാത്തുരുത്തിക്ക് ഇത് ചരിത്രം ആവർത്തിക്കലാണ് അല്ലേ? നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത്. ഒരു അപ്രതീക്ഷിത വിജയമൊന്നും ആയിരുന്നില്ല. കാരണം ഈ ബോട്ട് റേസിനെ ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്കെല്ലാം ഏകദേശ ധാരണയുണ്ടായിരുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന്. അതിന് കാരണം അവരുടെ കഴിഞ്ഞകാല ചരിത്രമാണ്. തുടർച്ചയായി 4ാം തവണ കപ്പ് ഉറപ്പിച്ച് കപ്പിൽ മുത്തമിട്ട ശേഷമാണ് ഇത്തവണത്തെ ബോട്ട് റേസിലേക്ക് അവർ എത്തിയത്. അങ്ങനെ ചരിത്രത്തിൽ മറ്റാർക്കും ഇല്ലാത്ത അവകാശം തുടർച്ചയായ 5ാം തവണ നെഹ്റു ട്രോഫി നേടുന്ന ടീമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറി. അതിൻ്റെ വലിയ ആവേശവും വലിയ ആഘോഷവും ഇവിടെ തന്നെ നമ്മൾ കണ്ടു. പിന്നീട് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ട്രോഫിയുമേന്തി ഇവിടെ നിന്നും അവർ അതേ വള്ളത്തിൽ തന്നെയാണ് അവരുടെ നാട്ടിലേക്ക് പോയത്, പള്ളാത്തുരുത്തിയിലേക്ക് പോയത്. നമ്മൾ അവരെ പിന്തുടർന്നിരുന്നു. അവിടെ വലിയ നിലയിലുള്ള ആഘോഷം അല്ലെങ്കിൽ അവർക്കുള്ളൊരു വരവേൽപ്പ് സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു നാടൊന്നാകെ നൃത്തം ചെയ്ത് പാട്ടുപാടി പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് അവരെ സ്വീകരിച്ചത്. മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ 5 തവണയും പള്ളാത്തുരുത്തി ഈ കപ്പ് നേടുമ്പോൾ 5 വള്ളങ്ങളിലാണ്, അതായത് ഒരേ വള്ളത്തിലല്ല ഈ മത്സരം ഒന്നും നടന്നിരിക്കുന്നത്. അത് നമ്മൾ അവരോട് പ്രതികരണം, ഈ വിജയത്തിന് ശേഷമുള്ള പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത്, വള്ളം മാറിയാലും ഞങ്ങളുടെ കരുത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളുടെ മക്കളും എല്ലാം ചേർന്നാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ ഇന്നത്തെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഇനി ഇതൊരു ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു നിമിഷമായിരുന്നു ഇന്ന്. ഇനി ആർക്കെങ്കിലും പുന്നമടയെ വിജയിക്കണമെങ്കിൽ അതിനാദ്യം അവർ പള്ളാത്തുരുത്തിയെ വെല്ലേണ്ടി വരും. അത്തരത്തിലൊരു ചരിത്ര നേട്ടവുമായാണ് ഇത്തവണ ഇവിടെ നിന്നും ആ ടീം മടങ്ങിയിരിക്കുന്നത്. പുന്നമടയിലെ ഓളങ്ങളിൽ വലിയ ആവേശത്തിൻ്റെ വലിയ ആഘോഷത്തിൻ്റെ ആ ഒരു ഓളം ഇപ്പോഴും അടങ്ങിയിട്ടില്ല.